ഡിവിഷൻ, വൃത്തവിഭജനം എന്ന് പറയുന്ന അടുത്ത ഭാഗമാണ്. ഒരു വൃത്തത്തെ നമ്മൾ സെറ്റ് സ്ക്വയർ മട്ടം ഉപയോഗിച്ച് 8 ഭാഗം, 6 ഭാഗം, 12 ഭാഗം, 4 ഭാഗമൊക്കെ ആക്കി മാറ്റി. എന്നാൽ 5 ഭാഗമാക്കണമെങ്കിൽ അത് സെറ്റ് സ്ക്വയർ കൊണ്ട് കഴിയില്ല. ഈ ഒരു വൃത്തത്തെ 5 ഭാഗമാക്കാൻ സെറ്റ് സ്ക്വയർ കൊണ്ട് കഴിയില്ല. നമ്മളെ ചോദ്യം ഒരു വൃത്തത്തെ 5 സമഭാഗങ്ങളാക്കുക എന്ന്. ഡിവൈഡ് എ സർക്കിൾ 5 ഈക്വൽ പാർട്സ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊട്രാക്ടർ തന്നെ ഉപയോഗിക്കണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഒരു വൃത്തത്തെ 5 ഭാഗങ്ങളാക്കാൻ പറ്റുള്ളൂ. ഒരു വൃത്തത്തിൻ്റെ മൊത്തം ഡിഗ്രി എത്ര എന്നുള്ളത് നേരത്തെ നമ്മളെ ക്ലാസ്സിലൊക്കെ വിക്ടേഴ്സ് ചാനൽ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഒരു വൃത്തത്തിൻ്റെ ഡിഗ്രി 360 ഡിഗ്രിയാണ്. നമുക്ക് തന്നെ മനസ്സിലാവും. ഇത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പോൾ 90 90 90 90 ഇവിടെ ഒരു 2 ഭാഗത്തേക്കും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ 90 90 90 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 4 9 36 360 ഡിഗ്രിയാണ്. അപ്പം ഒരു വൃത്തത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗം മൊത്തം കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പം നമുക്ക് 5 ഭാഗമാക്കണമെങ്കിൽ 360നെ 5 കൊണ്ട് ഹരിക്കണം. 4 ഭാഗമാക്കണമെങ്കിൽ 360നെ 4 കൊണ്ട് ഹരിക്കണം. 6 ഭാഗമാക്കണമെങ്കിൽ 360നെ 6 കൊണ്ട് ഹരിക്കണം. 10 ഭാഗമാക്കണമെങ്കിൽ 360നെ 10 കൊണ്ട് ഹരിക്കണം. 12 ഭാഗമാക്കണമെങ്കിൽ 360നെ 12 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ 5 ഭാഗം ആക്കേണ്ടി വരും. അപ്പോൾ 360നെ 5 കൊണ്ട് ഹരിച്ചിട്ട് അത് എത്രയെന്ന് കണ്ടെത്തണം. അപ്പോൾ 3ൽ 5 പോകില്ല. 36ൽ 7 5 35. 6ന്ന് 5 കുറച്ചാൽ 1, 3ന്ന് 3 കുറച്ചാൽ 0. ഈ 0 താഴോട്ട് ഇറക്കിയത്. 10ൽ എത്ര 5 ഉണ്ട്? 10ൽ എത്ര 5 ഉണ്ട്? അപ്പോൾ 2. അപ്പോൾ 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 72 ഡിഗ്രി കിട്ടും. 360നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 72 കിട്ടും എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് 72 ഡിഗ്രി ആദ്യം നമ്മൾ സർക്കിളിൽ അളവെടുക്കാൻ വേണ്ടി ഒരു വര സർക്കിളിൽ വരച്ചിടുക. ഒരു വര വരയ്ക്കുക. സെൻറ്ററിലേക്കാണ് വരയ്ക്കേണ്ടത് കേട്ടോ. സെൻറ്ററിലേക്ക് ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് 72 ഡിഗ്രി അളക്കണം. 72 ഡിഗ്രി. അപ്പോൾ 70 50 60 70 72 ഡിഗ്രി വരുന്നത് ഇവിടെയാണ് 72 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 72 ഡിഗ്രി വരച്ചു. ഇനി വീണ്ടും ഈ വരച്ച വരയിൽ നിന്ന് അടുത്ത 72 ഡിഗ്രി കറക്റ്റ് വെക്കണം. സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം. ഒക്കെ ക്ലിയർ ആയിരിക്കണം. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മളെ സർക്കിൾ തെറ്റും. 72 ഇവിടെ വരിക. അപ്പോൾ ഇപ്പോൾ 2 ഭാഗമായി. ഇനി അടുത്ത ഇതിൽ നിന്ന് ഒരു 72 എടുക്കണം. സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം. ഈ വര കറക്റ്റ് ആയിരിക്കണം. 72 ഏകദേശം ഇവിടെ 72. ഇനി അടുത്തത് ഈ വരയിൽ നിന്ന് 72 എടുക്കണം. നമ്മളൊരു സർക്കിളിനെ സമമായ 5 ഭാഗങ്ങളാക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഒരു വൃത്തത്തെ എത്ര ഭാഗമാക്കണം എന്ന് പറഞ്ഞാലും വൃത്തത്തിൻ്റെ ഡിഗ്രി 360 നമ്മൾ വൃത്തം എന്ന് കേൾക്കുമ്പോൾ 360 നമുക്ക് ഓർമ്മ വേണം. ഈ 360 ഡിഗ്രിനെ എത്ര ഭാഗമാക്കണോ അത്ര ഭാഗം കൊണ്ട് ഹരിക്കണം. അപ്പം 360നെ 5 ഭാഗമാക്കണമെങ്കിൽ 5 കൊണ്ട് ഹരിക്കണം. അപ്പം എത്ര ഭാഗമാക്കണം അത് നോക്കിയിട്ട് അത്ര ഭാഗം കൊണ്ട് ഹരിക്കുക. ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരം, ആ ഉത്തരത്തെ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കണം.
അതിന് നമ്മൾ ഫസ്റ്റ് ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈൻ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഡിഗ്രിയാണ് വേണ്ടി അത്ര ഡിഗ്രി അളന്ന് എഴുതുക. ഇതാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം. അപ്പം ഇനി ഞാൻ ഇതേപോലെ 6 ഭാഗമാക്കാനും 8 ഭാഗമാക്കാനും അതുപോലെ പിന്നെ 12 ഭാഗമാക്കാൻ, അങ്ങനെ 10 ഭാഗമാക്കാൻ ഏത് സംഖ്യ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം.